പിന്നെ ദൈവത്തിന്റെ ഒരു അനുവാദവും നമ്മുടേതായ മനസ്സിന്റെ ഒരു വലിയ ധർമ്മം പുലർത്താനുള്ള ഒരു വലിയ മഹാത്മാക്കളായ ആ ഋഷിമാരുടെയും ആ തികഞ്ഞ സന്യാസിമാരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അത് ദൈവാനുവാദം അതിന് വേണ്ടി വരണം. ആ വേണ്ടി വന്നതിനെ പറ്റി അത് നമുക്ക് എങ്ങനെ ദൈവം കുറിച്ച് തന്നതാണ് നിങ്ങളായിട്ട് കാണുക. ഇതെടുത്ത് നമ്മുടെ പെണ്ണുമാണ് ഈ മാതാവിന്റെ സ്ഥാനത്തുള്ള ഒരു പുത്രിയെ വളർത്തി, അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്ന് പറയുന്ന ഈ ആകാശം പോലെ തെളിഞ്ഞ മനസ്സുള്ള ഒരു അച്ഛനെ ഈ കുട്ടിയെ എവിടെ കൊണ്ടേ ആക്കണം ആ അമ്മയ്ക്കും അറിയാം. അങ്ങനെ ആക്കി അവിടെ നിന്ന് പഠിപ്പിക്കും. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സിദ്ധാന്ത മാർഗം. പഴയകാലത്ത് സ്റ്റേഷനൊക്കെ തന്നെ കൊണ്ടുപോയി ശാന്തിമുനി മഹർഷിയുടെ വീട്ടിലാക്കി എന്നൊക്കെ പറയുന്ന കഥയുണ്ട്. അതൊക്കെ എനിക്കറിയാം. പക്ഷെ അതല്ല നമ്മൾ ആ നിലയിൽ പോയാലും പോരാ. ഇതൊക്കെ ആയിട്ടും അത് രക്ഷപ്പെട്ടിട്ടില്ല. ഈ രക്ഷപ്പെടാത്ത കാര്യമാണ് നമ്മള് വെറും സാധാരണ ജനങ്ങൾ. നമ്മളിൽ കൂടി ദൈവം കനിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോ നിങ്ങൾ എന്താണ് കാണുന്നത്? ഇതാണിലും പെണ്ണിലും. അത് നിങ്ങൾക്ക് കാണാനും കേൾക്കാനും അറിയാനും അറിയിക്കാനുമുള്ള വാഴ്ചയോടുകൂടിയാണ് ദൈവം നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നത്. അത് പിന്നെ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇവിടെ വന്നു പോയി നിന്ന് നിങ്ങളറിയാം. ഈ ഒരു സത്യം നിങ്ങളിൽ നിന്ന് തള്ളിപ്പോയാൽ ഇനി ഈ തലമുറയ്ക്കൊന്നും ചെയ്യാൻ കഴിയാതെ. ഇപ്പൊ ശ്രീകൃഷ്ണൻ ജനിച്ചിട്ട് ഇത്രയും കാലമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തെന്നും ചെയ്യിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് മൂളൻ എറാമൂടി ഇരിക്കുന്ന കർമ്മദോഷത്തിൽ പെട്ടിട്ട് ഒന്നും ചെയ്യാൻ വയ്യാത്ത തോന്നിയാസത്തെ ആഗ്രഹിക്കുകയാണ്. ഇതല്ല നമുക്ക്